ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കായ ബെrakiyathuവിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വളരെ ഈസി ആയിട്ടുള്ള, നമ്മളൊക്കെ നമ്മളുടെ ചെറുപ്പത്തിൽ പലപ്പോഴും കഴിച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഏത്തപ്പഴമാണ്. അത്യാവശ്യം പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുത്തിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഏത്തപ്പഴം നമ്മളൊന്ന് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ആ എണ്ണയിൽ കൊടുന്ന് മൂത്ത് വരട്ടെ. ഇതിനെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനെ ഈ ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. അതിനുശേഷം ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സും അതേപോലെ തന്നെ റൈസിൻസും ഇട്ട് കൊടുത്തിട്ട് അതിനെയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇവിടെ ഞാൻ ഈ പാനിലേക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന എണ്ണ മാറ്റിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ഏത്തപ്പഴത്തിന് 2 മുട്ട എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ആഡ് ചെയ്ത് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ പാനിലേക്ക് അത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് ഈ ഓംലെറ്റ് പോലെ അങ്ങ് ഉറക്കണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മളത് പാനിൽ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കും. അപ്പോൾ അത് നമ്മൾ ഈ ബുർജി ഉണ്ടാക്കുന്ന പോലെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ ഒരു വറുത്ത് കോരിയിട്ടുള്ള റൈസിൻസും അതേപോലെ തന്നെ കാഷ്യൂ നട്ട്സും ഇല്ലേ, അത് രണ്ടും ഇട്ട് കൊടുക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ റൈസിൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാഷ്യൂ നട്ട്സ് മാത്രം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ആദ്യം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഏത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മളുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു നൊസ്റ്റാൾജിക് മെമ്മറീസ് ഒക്കെ തരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. പലരുടെയും കുഞ്ഞുകാലത്ത് അല്ലെങ്കിൽ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ റീസെൻ്റ്ലി ആണ് ഇത് വീണ്ടും ഉണ്ടാക്കി നോക്കിയത്. ഇതിലേക്ക് അഡീഷണൽ ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഷുഗർ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ ഒന്ന് അറിയിക്കാനായിട്ടും മറക്കല്ലേ.